ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കുറച്ച് ജോലികളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടിയൊക്കെ തോന്നുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയമില്ല ഒന്നും ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും 1 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലികൾ എന്താണെന്ന്. നിങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ജോലി അതെന്തായിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലപ്പോഴും നമുക്ക് സമയമില്ലാഞ്ഞിട്ടല്ല, മടിയുള്ളതുകൊണ്ടാണ് ആ പണി നമ്മൾ ചെയ്യാത്തതെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു 1 മിനിറ്റ് ഹാബിറ്റ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഴുന്നേറ്റ വശം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പുതപ്പ് ഒന്ന് മടക്കി വെക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ പുതപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇത് വെറും 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു ജോലി ചെയ്യാനായിട്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റൂമിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസും അതുപോലെ തന്നെ ഓരോ തവണയും റൂമിൽ കയറുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ബെഡ് കാണുമ്പോൾ ആ ഡിഫറൻസ് വളരെ വലുതാണ്. ഞാൻ ക്ലീനിങ്ങും അതുപോലെ ഓർഗനൈസിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ കൊണ്ടുവന്നൊരു ഹാബിറ്റാണ് ഏതൊരു ടേബിളും വൃത്തികേടായിട്ട് എടുക്കണമെന്നുണ്ട അത് ഉടനെ തന്നെ ഒതുക്കി വെക്കുക എന്നുള്ളത്. അതിന് വെറും 1 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിൾ, ഡൈനിങ് ടേബിൾ, കോഫി ടേബിൾ എന്നിങ്ങനെ ടേബിളിലാണ് നമ്മൾ പലപ്പോഴും പല ഐറ്റംസും കൊണ്ട് വെക്കുക. അതാത് സ്ഥാനത്തോട്ട് 1 മിനിറ്റ് സമയം എടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ നല്ലതായിട്ട് ക്ലീൻ ആവും. ഞാൻ ആദ്യം പറഞ്ഞ 2 ഹാബിറ്റാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്തിയ ആദ്യത്തെ 2 കാര്യങ്ങൾ കേട്ടോ. ഇത് രണ്ടും ഞാൻ ചെയ്തു തുടങ്ങിയ ശേഷമാണ് ഓരോ ഏരിയ ആയിട്ട് നമ്മൾ വീടിനെ ഒതുക്കാനും അതുപോലെ തന്നെ ഓരോ ജോലികൾ ഫാസ്റ്റായിട്ട് ചെയ്യാനും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയത്. നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ് 1 മിനിറ്റ് എടുത്ത് നമ്മുടെ വാഷ് ബേസിൻ വൃത്തിയാക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ഹാൻഡ് വാഷ് ബോട്ടിലിൽ നിന്ന് 1-2 പഫ് ഒന്ന് ഈ ലിക്വിഡ് സോപ്പ് ഇട്ട ശേഷം പെട്ടെന്നൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണ ബ്രഷ് അടുത്ത് തന്നെ വെക്കുക, സിങ്കിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് തോന്നും. അതിനുവേണ്ടി പ്രത്യേകിച്ച് വലിയ സമയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 1 മിനിറ്റ് ഹാബിറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ ഒരിക്കലും ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി കാത്തിരിക്കുക ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നമുക്ക് ഒരിക്കലും നേരം ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുഖം ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു സിറോ എന്തെങ്കിലും നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 1 മിനിറ്റ് പോലും സമയം അതിന് വേണ്ട, അതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. കൃത്യമായിട്ട് അത് ഡെയിലി ചെയ്യുകയാണെങ്കിലേ നമുക്ക് എന്ത് നല്ല ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അപ്പോൾ 1 മിനിറ്റ് സമയം എടുത്ത് ഈ ഒരു കുഞ്ഞു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലേ? സമയമില്ലാണ്ടിരിക്കുമോ ഈ ഒരു കാര്യത്തിന്? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ്, ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ബാഗോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കടയിലേക്ക് കൊണ്ടുപോകുന്ന ബാഗായാൽ പോലും അത് ഒതുക്കി വെക്കാനായിട്ട് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട് കേട്ടോ. ഇത് ആകെ ഒതുക്കാനായിട്ട് 1 മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരുള്ളൂ. നമ്മുടെ പേഴ്സൊക്കെ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും വേസ്റ്റ് ആയിട്ടുള്ള കവറുകളോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബില്ലുകളോ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇട്ടിട്ട് പിന്നെ അത് ഒതുക്കാനായിട്ട് വിട്ടു. എന്തെങ്കിലും ഒരു കടയിലോ കാര്യത്തിനോ പോകുമ്പോഴാവും നമ്മൾ ബാഗ് തിരയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ബാഗ് ക്ലീൻ ആക്കിയിട്ടില്ലോ നമ്മൾ ഓർക്കുക. 1 മിനിറ്റ് സമയം കിട്ടുമ്പോൾ ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ ബാഗ് ഒന്ന് എടുത്ത് ഒന്ന് വേഗം വൃത്തിയാക്കാൻ നോക്കുക. മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോറടി മാറ്റാൻ ഈ കുഞ്ഞു ജോലി നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഫ്രീ ടൈം കിട്ടുമ്പോൾ 1 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു അലാറം നമ്മുടെ ഫോണിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അലാറം പലപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ടെൻഷനില്ല. ആ ടൈം ആകുമ്പോൾ അത് അലാറം അടിക്കുമല്ലോ. ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ചെയ്യാനും പറ്റും. ഒരു ദിവസത്തിൽ നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് രാവിലെ എഴുന്നേറ്റ് വന്നാൽ എന്ത് രാവിലെ വയ്ക്കും, ഉച്ചയ്ക്ക് എന്ത് ഉണ്ടാക്കുന്നൊക്കെ അല്ലേ. 1 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് എന്ത് ഭക്ഷണം വെക്കണം എന്നൊരു പ്ലാൻ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് 1 മിനിറ്റ് മാത്രം സമയം മതി. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് എന്ത് കറി വെക്കണം നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് 1 മിനിറ്റ് എടുത്ത് ഒരു ദിവസം പ്ലാൻ ചെയ്യാം. പലപ്പോഴും കടയിൽ പോകുന്ന സമയത്ത് എന്ത് വാങ്ങണമെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഐറ്റംസ് തന്നെ പിന്നെയും നമ്മൾ രണ്ടാമതും വാങ്ങും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഉള്ളതും കേടാവും, പുതിയത് മേടിച്ചത് പിന്നെയും അവിടെ ഇരുന്ന് പഴുതാവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ദിവസത്തിൽ 1 മിനിറ്റ് നമുക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫ്, അതായത് ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ആ ഷെൽഫിൽ പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയ ശേഷം വാങ്ങേണ്ട ഐറ്റംസ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാവുമല്ലോ. നോട്ട് എഴുതി വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് വെക്കുക ഇന്ന ഐറ്റംസ് ആണ് വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വാങ്ങാൻ നമ്മൾ ഫോൺ കൊണ്ടുപോകുന്ന കാരണം തന്നെ ഫോണിൽ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളത് മറക്കാതെ കൃത്യമായിട്ട് അത് വാങ്ങുകയും ചെയ്യും. മാത്രമല്ല അനാവശ്യമായിട്ട് ഐറ്റംസ് വാങ്ങി വേസ്റ്റേജ് ഉണ്ടാവില്ല. ആകെ 1 മിനിറ്റ് സമയം മതി നമ്മുടെ ഷെൽഫ് ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ. അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും ഒന്ന് ചെക്ക് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ 1 മിനിറ്റ് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എത്രയും സമയം പിന്നീട് ലാഭിക്കാനായിട്ട് പറ്റും.
1 മിനിറ്റ് സമയം എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഓരോ ദിവസത്തിലും പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് 1 മിനിറ്റ് സമയം മാത്രം മതി. ഒന്ന് മനസ്സിരുതി ആലോചിച്ച് അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്ന് ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലായാലും എഴുതി വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്ത് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് സമയം മതി. കുറേ സമയമൊന്നും വേണ്ട, നമ്മൾ പറയുന്ന അത്ര സമയത്തിന് വേണ്ട. പലപ്പോഴും മടി തന്നെയാണ് ഇതിൻ്റെ പ്രധാന റീസൺ നമ്മൾ ചെയ്യാത്തത്. പലപ്പോഴും നമ്മൾ കുറേ നേരം ഫോണിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് കുറേ നേരം ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴോ നമ്മുടെ കൈയും കാലും ഒക്കെ നമുക്ക് വേദനിക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഫോണിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബോഡി ഒന്ന് ജസ്റ്റ് 1 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കഴുത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസസ് 1 മിനിറ്റ് മാത്രം മതി. നമ്മുടെ ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ആ സ്ട്രെയിൻ ഒന്ന് കുറയുകയും നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി സുഖം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഫോണിൽ നിന്ന് മാറ്റി വെച്ച് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ചെറിയ സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുന്നത് 1 മിനിറ്റ് എടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് എപ്പോഴും മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുക അല്ലേ. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലേക്ക് പോകുന്നവരായാലും തലേ ദിവസം തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ത് നമ്മൾ ഉപയോഗിക്കണം, ആ ദിവസം ഏത് ഡ്രസ്സാണ് വേണ്ടത്, അത് അയൺ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് 1 മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരൂ. നമ്മുടെ അലമാര ഒന്ന് തുറന്ന് ഏത് ഡ്രസ്സാണ് വേണ്ടത് അയൺ ചെയ്ത് വെച്ചാണെങ്കിൽ എളുപ്പമായി. ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് നമുക്ക് ആ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ് എടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് അടുത്ത ദിവസം നമുക്കൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് വെറും 1 മിനിറ്റ് മാത്രമേ ആവശ്യം വരുള്ളൂ. നമ്മൾ ബോറൊക്കെ ഇടിച്ചിരിക്കുകയാണ്, നമുക്ക് വേറെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം എടുത്തിട്ടൊരു പടം വരയ്ക്കാട്ടെ. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് അതിൽ കുറേ ഡിസൈനൊക്കെ വരച്ച് നമ്മൾ കുറേ ആർട്ടിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് സമയം എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോറടി മാറുകയും ചെയ്യും. നമ്മൾ ഡെയിലി ചെയ്യുന്ന ആ റുട്ടീൻ കാര്യങ്ങളിൽ നിന്നൊരു മാറ്റവും ഒരു എനർജിയും നമുക്ക് കിട്ടും. ഞാൻ സാധാരണ ചെയ്യാറ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ലൈൻസ് ഒക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ കുറേ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കും. എനിക്കിഷ്ടമാണ് പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ പലപ്പോഴും തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ചെയ്യുക ഇങ്ങനെയുള്ള എളുപ്പപ്പണികൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനായിട്ട് നോക്കും. ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഹോബീസും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞ് ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പേപ്പർ ക്രാഫ്റ്റോ ഒക്കെ നമുക്ക് 1 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മളിപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫോൺ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് രാവിലെ ആയാലും വൈകുന്നേരം ഉച്ചയ്ക്കായാലും ഫ്രീ എപ്പോൾ കിട്ടുന്നു അപ്പം നമ്മൾ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോൺ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുഖവും കണ്ണൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നല്ല കംഫർട്ടാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ അത് 1 മിനിറ്റ് സമയം, 1 മിനിറ്റ് മതി. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും മുഖത്തും ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നെറ്റിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു കെയർ കൊടുക്കാനായിട്ട് ഈ ഒരു 1 മിനിറ്റ് ഉപയോഗിക്കാം. നമുക്ക് വീടൊക്കെ വൃത്തിയാക്കാൻ മടി തോന്നുന്ന ദിവസം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 1 മിനിറ്റ് എടുത്തിട്ട് ഒരു റൂമൊന്ന് അടിച്ച് വരിയിടാം. അപ്പോൾ ഞാൻ ഒരു ടൈമർ ആദ്യം സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് വേഗം ആ റൂമൊന്ന് അടിച്ച് വരിയിടും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാനൊരു ജോലി 1 മുതൽ 2 മിനിറ്റ് വരെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കില്ലേ എൻ്റെ മടി അങ്ങോട്ട് മാറി ഞാൻ ആ ജോലി ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് 1 മിനിറ്റ് മാത്രമേ ഞാൻ ഈ ജോലി ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ജോലി വീണ്ടും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഏത് ജോലി ആയാലും അങ്ങനെ തന്നെയാണ്, സ്റ്റാർട്ടിങ് ട്രബിളാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ആർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ 1 മിനിറ്റ് സമയം എടുത്ത് ഡെയിലി ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഫ്ലോർ ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ, എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ദിവസത്തിൽ ഒരു തവണ സ്ക്രബ് ചെയ്തിടുക. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ചെറിയ സ്ക്രബ്ബറാണ്. ഇതല്ലാതെ വലിയ ഹാൻഡിലുള്ള മോഡൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതാകും 1 മിനിറ്റ് സമയം എടുത്ത് ചെയ്താൽ മതി. വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യുകയാണെങ്കിലേ നമുക്ക് ആ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ അവിടെ അഴുക്കുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ സ്ക്രബ് ചെയ്തൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ. ഇല്ലെങ്കിൽ പോലും കാണുമ്പോൾ അഴുക്കില്ലെങ്കിൽ പോലും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഡീപ്പ് ക്ലീനിങ് സമയത്ത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെപ്പോഴും കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് അങ്ങോട്ട് പണി ചെയ്യൂലേ, പാചകവും പാത്രം കഴുകലും അത് കഴിഞ്ഞ് പിന്നെ ഒതുക്കിയിട്ടൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു ടൈം നമ്മൾ കൂടുതലും നിൽക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പോൾ കൂടുതൽ സമയം നിന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ഏജ് എത്തി കഴിയുമ്പോഴേക്കും നല്ല മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് പാചകമൊക്കെ ചെയ്യണ സമയത്ത് തന്നെ ചിലപ്പോൾ ക്ഷീണമൊക്കെ തോന്നാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെയർ നമ്മുടെ കിച്ചണിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് കുറയുമ്പോൾ കാല് കുറച്ച് കഴിച്ചു തുടങ്ങുമ്പോൾ ഞാനൊന്ന് ഇരിക്കും. കാരണം ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ഇരുന്നിട്ട് 1 മിനിറ്റ് ഇരുന്നിട്ട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല.
പോകുന്നില്ല. കണ്ടിന്യൂസ് നമ്മൾ നിന്ന് കഴിയുമ്പോൾ ആർക്കായാലും മുട്ടിനൊക്കെ വേദന വരും. പ്രായം ആയി കഴിയുമ്പോൾ അത് നമുക്ക് കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചെറിയൊരു സ്റ്റൂളോ ഒരു ചെയറോ നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ പണി കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കും. വെറും 1 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആപ്പാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി പറയുക എന്നാണ് മീനിങ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ ദിവസവും നമുക്ക് ജേർണലിലൊക്കെ എഴുതി വെക്കുന്ന പോലെ എഴുതി വെക്കാം. നമുക്ക് അന്നത്തെ ദിവസം ദൈവത്തോട് നന്ദി പറയാനുള്ള ഒരു കാര്യം, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ ദിവസവും ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബുക്ക് എടുത്ത് എഴുതാനായിട്ട് പലപ്പോഴും വിട്ടുപോകും. ഫോണാകുമ്പോൾ ഈ ഫോണിൽ ഈ ഒരു ആപ്പ് നോട്ടിഫിക്കേഷൻ വിടും. അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് അന്നത്തെ ദിവസം നന്ദി പറയാനുള്ളത് വെച്ചാൽ ആ കാര്യം എഴുതി വെക്കാം. അപ്പോൾ ഇത് എഴുതി വെക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമാണ്. മാത്രമല്ല അതിലൊരുപാട് നല്ല വാചകങ്ങളൊക്കെ ഡെയിലി പുതിയത് വരും നമ്മൾ അന്നത്തെ ദിവസം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ടും പറ്റും. 1 മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ അല്ലേ. എന്തോരം കാര്യങ്ങളാണ് നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ളത്, ബ്ലെസ്സിങ്സ്. അപ്പോൾ അതൊക്കെ എഴുതി വെക്കാനും നോക്കാം. 1 മിനിറ്റ് സമയം എടുത്തിട്ട് നമ്മുടെ ഫോണിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് അത്ര ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോണൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. 1 മിനിറ്റ് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്താൽ മതി. എല്ലാ ദിവസവും ഓരോ മിനിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നല്ല ക്ലീൻ ആയിട്ട് വരും. അതുപോലെ തന്നെ വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റി ഫോണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലികൾ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ, വീഡിയോയിൽ കവർ ചെയ്യാൻ നമുക്ക് ഒരുപാട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതാണെന്ന് കമൻസിൽ പറയണം. അതോടൊപ്പം തന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 1 മിനിറ്റ് നമ്മൾ ആ ജോലി ചെയ്ത് കഴിയുമ്പില്ലേ നമുക്ക് ആ ജോലി തുടർന്ന് ചെയ്യാനായിട്ട് തോന്നും. അതങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.